Choice is yours, my brother. നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുമ്പിലുണ്ട്. Choice is yours, my sister. നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. Do you want the presence of God to keep you in fear, or do you want the presence of God to come as a blessing into your life? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകണമോ, അതോ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും? Don't take this God lightly. ദൈവത്തെ ചെറുതായിട്ട് എടുക്കരുത്. Don't take this God for granted. ദൈവത്തെ ഒട്ടും വില കുറച്ച് കാണരുത്. He is a holy God. ദൈവം വലിയ ദൈവമാണ്, വിശുദ്ധനാണ്. He wants to bless you. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. He wants you to walk in His ways. കർത്താവിന്റെ വഴിയിൽ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. But if you will take God for granted, I want to tell you, the rest of your life you are going to live in fear and in problems. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായാൽ, ദൈവത്തെ നിങ്ങൾ കുറച്ചു കണ്ടാൽ, ജീവിതത്തിൽ ഭീതിയിലും ഭയത്തിലും എന്ന് നിങ്ങൾ കഴിച്ചുകൂട്ടേണ്ടി വരും. But I want to tell you, ഇന്ന് നിങ്ങളോട് പറയുവാനുള്ളത്, I want to encourage you. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. Let us live the way Jesus wants us to live, and let us have the presence of God, and let us be a blessed person. എങ്ങനെ നാം ജീവിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അതേ നിലയിൽ ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. We read in the book of 2 Samuel chapter 6 like this. 2 ശമൂവേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. David was bringing the ark of the covenant. ദാവീദ് ദൈവത്തിന്റെ പെട്ടകവുമായി എഴുന്നള്ളി വരികയാണ്. Suddenly Uzzah stretched out his hand to handle the ark of the covenant. പെട്ടെന്ന് ഉസ്സാ ദൈവത്തിന്റെ പെട്ടകം തൊട്ടു, കൈ നീട്ടി. Then what happened? എന്ത് സംഭവിച്ചു? As a result, he fell and died there. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഷോക്കേറ്റതുപോലെ താഴെ വീഴുകയാണ്. The presence of God was touched without sanctification. സ്തോത്രം. വിശുദ്ധീകരണമില്ലാതെ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് അവൻ കൈ നീട്ടിയതുകൊണ്ടാണ്. The presence of God brought death into his life. ദൈവത്തിന്റെ സാന്നിധ്യം അവനിൽ മരണമുളവാക്കി. Everybody was gripped with fear. എല്ലാവരും ഭയപ്പെട്ടു പോയി. Including David was in tremendous fear. ദാവീദ് പോലും വളരെ ഭയത്തിലായി. The fear, the presence of God brought fear there. ദൈവത്തിന്റെ സാന്നിധ്യത്താൽ എല്ലാവരും ഭയത്തിലായി. The presence of God brought death there. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ മരണമുണ്ടാക്കി. And so now what David is thinking, എന്നാൽ ഇപ്പോൾ എന്താണ് ദാവീദ് this ചിന്തിക്കുന്നത്? is very interesting. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. David is saying, now I'm not going to take this ark into my palace. ഈ ഒരു പെട്ടകം എന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. My friend just died. ഇപ്പോൾ എന്റെ സുഹൃത്ത് ഇപ്പോൾ മരിച്ചു. What happens if I take it to my palace, my wife or my children touch it? എന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ എന്റെ കുഞ്ഞുങ്ങളോ എന്റെ ഭാര്യയൊക്കെ അത് തൊട്ടാൽ അവര് മരിച്ചു പോകും. They will die. അതുകൊണ്ട് അവര് മരിച്ചു പോകും. I'm not going to take it home. അതുകൊണ്ട് എനിക്കിത് വേണ്ട. He's afraid now. അദ്ദേഹം വളരെ പേടിച്ചിരിക്കുന്നു. But David, you forgot one thing. ദാവീദേ, നീ മറന്നുപോയൊരു കാര്യമുണ്ട്. That same presence of God which killed Uzziah can bring blessing if it is handled in the right way. സ്തോത്രം. ഉസ്സായിക്ക് മരണകാരണമായ ഇതേ പെട്ടകത്തെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഉപചരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും. Listen to me very carefully. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. If you give God the right reverence and respect, and if you will come to Him as a holy person, I want to tell you, the presence of God will not bring death or fear, but it will bring life and life in abundance into your life. ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ ബഹുമാനിച്ചാൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ ഇരുന്ന് അതിനെ ശരിയായ നിലയിൽ കൈകാര്യം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും വിടുതലും ഉണ്ടാക്കും. So David was scared to take it to the city of David. അത് ദാവീദിന്റെ തന്റെ പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ പെട്ടകം കൊണ്ടുപോകുന്നതിൽ വളരെ ആശങ്കയുണ്ടായി. So the Bible says like this. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നു, David kept the ark of the Lord in the house of Obed-edom. അതുകൊണ്ട് അവിടെ പറയുന്നു, അവൻ പെട്ടകം ദാവീദ് ഓബേദെദോമിന്റെ വീട്ടിൽ വെച്ചു. Verse 9 says like this. വാക്യം ഇങ്ങനെ പറയുന്നു, David was afraid of the Lord that day, and he said, how can the ark of the Lord come to me? അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. യഹോവയുടെ പെട്ടകം എന്റെ അടുക്കൽ എങ്ങനെ കൊണ്ടുവരേണ്ടു എന്നവൻ പറഞ്ഞു. No, I don't want to take it. എനിക്കിത് എന്റെ അടുക്കലേക്ക് കൊണ്ടുവരാം. I want to get away with this. എനിക്കിതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറിപ്പോകണം. And verse 10 says like this. 10-ാം വാക്യത്തിൽ, So David would not move the ark of the Lord with him to the city of David, but David took it aside into the house of Obed-edom the Gittite. അങ്ങനെ യഹോവയുടെ പെട്ടകം ദാവീദിന്റെ നഗരത്തിൽ തന്റെ അടുക്കൽ കൊണ്ടുവരുത്തുവാൻ മനസ്സില്ലാതെ ദാവീദിന്റെ ഗിത്തനായ ഓബേദെദോമിന്റെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു.
Probably David said, put it somewhere. ദാവീദ് ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്, എവിടെങ്കിലും കൊണ്ട് ഇത് വെക്ക്. Now it is in the house of a Gittite. ഒരു ഗിത്യനായ ഒരു ആളുടെ വീട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത്. He's a Gentile. അദ്ദേഹം ഒരു ജാതീയനായ ഒരു വ്യക്തിയാണ്, The ark വിജാതീയനാണ്. of the Lord is in his house. ഇപ്പോൾ ദൈവത്തിന്റെ നിയമപ്പെട്ടകം വിജാതീയന്റെ വീട്ടിലാണ്. And what is happening? എന്താണ് The സംഭവിക്കുന്നത്? Bible says like this. ബൈബിൾ ഇങ്ങനെ The പറയുന്നു, ark of the Lord remained in the house of Obed-Edom for 3 months. അങ്ങനെ 3 മാസം ഈ ദൈവത്തിന്റെ നിയമപ്പെട്ടകം ഓബേദെദോമിന്റെ വീട്ടിലിരുന്നു. Verse 11 says, 11ാം വാക്യം, and the Lord blessed Obed-Edom and all his household. യഹോവ ഓബേദെദോമിനെയും അവന്റെ കുടുംബത്തെ ഒക്കെയും അനുഗ്രഹിച്ചു. Listen to me now. ശ്രദ്ധിക്കുക, So interesting. വളരെ ശ്രദ്ധിച്ചു The കേൾക്കുക. same presence of God that killed Uzziah, ഉസ്സയ്ക്ക് മരണകാരണമായ അതേ സാന്നിധ്യം, the same ark of the Lord what brought fear in the life of David, ദാവീദിന്റെ ജീവിതത്തിൽ ഭയമുളവാക്കിയ അതേ പെട്ടകം, the same ark of the Lord, അതേ പെട്ടകം, when it was treated with reverence and fear, അത് വളരെ ഭയത്തോടും വിറയലോടും കൂടെ അതിനെ ബഹുമാനിച്ചപ്പോൾ, when there was holiness in that house, ആ ഭവനത്തിന്റെ ഉള്ളിൽ വിശുദ്ധി ഉയർന്നു വന്നപ്പോൾ what happened? എന്ത് സംഭവിച്ചു? My Bible says there was a blessing in that house. അവിടെ വചനം പറയുന്നു, അവന്റെ കുടുംബത്തിൽ അനുഗ്രഹമുണ്ടായി. In 3 months' time, 3 മാസത്തിനുള്ളിൽ he was so blessed. ഭയങ്കരമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടായി. It was not only that he was blessed, but the Bible says the entire household was blessed. അവന്റെ ഭവനത്തെ ഒക്കെയും അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. He became the talk of the town. ആ ടൗണിൽ മുഴുവൻ ആളുകൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. No, I made a mistake. ഒരു ചെറിയ ഒരു മിസ്റ്റേക്ക്. He did not become the talk of the town, അവൻ ഒരു പട്ടണത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംസാര വിഷയമായി but he മാത്രമല്ല, was being talked over the entire area. ആ ദേശം മുഴുവൻ ഇവനെ കുറിച്ച് ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. And the Bible says, ബൈബിൾ ഇങ്ങനെ പറയുന്നു, even David heard about that phenomenal growth of Obed-Edom. ഇവന്റെ ജീവിതത്തിൽ ഉണ്ടായ അസാധാരണമായ ഈ അനുഗ്രഹത്തിന്റെ വളർച്ച ദാവീദിന്റെ ചെവികളിലെത്തി. The presence of God can make you talk of the town. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവ സാന്നിധ്യം നിങ്ങളുടെ പട്ടണം മുഴുവൻ ചർച്ചാ വിഷയമായി തീരുവാനിടയാകും. God will bless you in such a way that people will be amazed and awestruck. സ്തോത്രം. നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഗ്രഹം കണ്ടിട്ട് ആളുകൾ അന്തം വിട്ടു നിൽക്കും. That is the presence of God. അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. If you will give God the right respect, and if you will fear God, and if you will have holiness in your house and in your family, my God will make you talk of the town. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിങ്ങൾ അനുഭവിക്കുകയും അതിനെ ബഹുമാനിക്കുകയും അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും വിടുതലും നിങ്ങളെ കുറിച്ചുള്ള സംസാര വിഷയം പട്ടണത്തിൽ മുഴുവൻ Now David heard it, ഇത് കേട്ടു. and now David understood. ഇതിനൊരു കാര്യം മനസ്സിലായി. Obed-Edom is not blessed because of his hard work, അവന്റെ കഠിന പ്രയത്നം കൊണ്ടല്ല ഓബേദേദോം രക്ഷപ്പെട്ടത്. not because of his intelligence, അവന്റെ ബുദ്ധി വൈഭവം കൊണ്ടല്ല അവൻ അനുഗ്രഹം, not because of his muscle power. അവന്റെ കായിക ശേഷി കൊണ്ടല്ല അവൻ ഇപ്പോൾ അനുഗ്രഹം. He is blessed because the presence of God dwells in his house. സ്തോത്രം. അവന്റെ വീട്ടിൽ വന്നു കയറിയിരിക്കുന്ന ദൈവ സാന്നിധ്യം കൊണ്ടാണ് അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. So now David says, I want to bring this ark of the Lord into my house. ദാവീദ് പെട്ടെന്ന് തന്നെ തീരുമാനിച്ചു, എത്രയും പെട്ടെന്ന് പെട്ടകം എന്റെ വീട്ടിൽ കൊണ്ടുവരണം. David saw the greatness of God. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ വലിപ്പം ദാവീദ് കണ്ടു. Daniel also saw the greatness of God. ദാനിയേൽ കണ്ടതും ഇതുപോലെയുള്ള ദൈവത്തിന്റെ മഹത്വമാണ്. The presence of God brought joy and peace and answer to his prayer. ദൈവത്തിന്റെ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയും But കൊണ്ടുവന്നു. at the same time, others are being in fear. എന്നാൽ മറ്റുള്ളവർ മുഴുവൻ പേടിച്ചിരിക്കുകയാണ്. Choice is yours, my brother. നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ മുമ്പിലുണ്ട്. Choice is yours, my sister. നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാം. Do you want the presence of God to keep you in fear, or do you want the presence of God to come as a blessing into your life? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകണമോ, അതോ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുമോ? Don't take this God lightly. ദൈവത്തെ ചെറുതായിട്ട് എടുക്കരുത്. Don't take this God for granted. ദൈവത്തെ ഒട്ടും വില കുറച്ച് കാണരുത്. He is a holy God. ദൈവം വലിയ ദൈവമാണ്, വിശുദ്ധനാണ്. He wants to bless you. നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം താല്പര്യപ്പെടുന്നു. He wants you to walk in his ways. കർത്താവിന്റെ വഴികൾ നിങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. But if you will take God for granted, I want to tell you, the rest of your life you are going to live in fear and in problems. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ കൈകാര്യം ചെയ്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായാൽ, ദൈവത്തെ നിങ്ങൾ
നിങ്ങൾ കുറച്ച് കണ്ടാൽ ജീവിതത്തിൽ ഭീതിയിലും ഭയത്തിലും എന്ന് നിങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരും. But I want to tell you, ഇന്ന് നിങ്ങളോട് പറയുവാനുള്ള, I want to encourage you. നിങ്ങളെ Let us പ്രോത്സാഹിപ്പിച്ചു live the way Jesus wants us to live, and let us have the presence of God, and let us be a blessed person. എങ്ങനെ നാം ജീവിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവോ അതേ നിലയിൽ ജീവിക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കുക. കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ.